ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള അർണോൾഡ് ഷ്വാർസ്നെഗറാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ ലിവിങ് ലെജൻഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സത്യത്തിൽ വേറെ ആരും തന്നെ ഇല്ലെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു കഥ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ കഥയിലോട്ട് പോകാം. അപ്പം അദ്ദേഹം ജനിക്കുന്നത് 1947 ജൂലൈ 30 ആസ്ട്രിയയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ആസ്ട്രിയ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് കർക്കശക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ഈ അർണോൾഡിനെ വളരെ ക്രൂരമായിട്ട് തന്നെ അദ്ദേഹം ഉപദ്രവിച്ചിരുന്നു. കാരണം അദ്ദേഹം വളരെ ഡിസിപ്ലിൻ, മക്കളെല്ലാവരും വളരെ ചിട്ടയോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹം ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ചെരുപ്പുകൾ കൊണ്ടും ബെൽറ്റുകൾ കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ അർണോൾഡിനെ മർദ്ദിച്ചിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഭ്രമം തുടങ്ങിയത് അദ്ദേഹം ചില ഹോളിവുഡ് സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് റീവ്സിനെ പോലുള്ള മസിലുള്ള ആൾക്കാരുടെ സിനിമകളൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഈ ബോഡി ബിൽഡിങ്ങിനോടൊക്കെ ഭയങ്കര ഒരു ഭ്രമം തോന്നുകയും അദ്ദേഹം വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര ഹാർഡായിട്ട് അദ്ദേഹം വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണുണ്ടായത്. അങ്ങനെയാണ് ഏകദേശം 18 വയസ്സായ സമയത്ത് ആസ്ട്രേലിയ ഒരു നിയമം അനുസരിച്ചിട്ട് 18 വയസ്സാവുന്ന പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 18 വയസ്സാവുന്ന ആൺകുട്ടികൾ മിലിറ്ററി സർവീസ് ചെയ്യണമെന്നുള്ളത് അവിടുത്തെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എല്ലാവരെയും പോലെ തന്നെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഓസ്ട്രിയൻ മിലിറ്ററിയിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 1965 ജൂനിയർ മിസ്റ്റർ യൂറോപ്പ് മത്സരം നടക്കുന്നതായിട്ട് അദ്ദേഹം അറിയുന്നത്. അപ്പൊ അദ്ദേഹം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഫീൽഡിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കണം അദ്ദേഹത്തിന് അതിയായ മോഹം വരുന്നു. അങ്ങനെ അദ്ദേഹം മിലിറ്ററിയിൽ പോയിട്ട് ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പം അവര് റിജക്റ്റ് ചെയ്തു, കൊടുക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം വേറെ ഒന്നും നോക്കിയില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിന്റെ ആഗ്രഹം അത്ര തീവ്രമായിരുന്നു. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് ചാടിപ്പോയി ഒളിച്ചോടുകയായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒളിച്ചോടുകയായിരുന്നു. അദ്ദേഹം നേരെ കോമ്പറ്റീഷൻ നടക്കുന്ന ലണ്ടനിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്, അവിടത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹം മത്സരത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആ ടൈറ്റിൽ അദ്ദേഹം വിജയിക്കുന്നു. പക്ഷെ വിജയിച്ച അർണോൾഡിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അദ്ദേഹത്തെ പിടികൂടിയിട്ട്, കാരണം മിലിറ്ററിയിൽ നിന്ന് ചാടിപ്പോയ ആളാണ്, അദ്ദേഹത്തിന് ഒരാഴ്ചത്തെ കാരാഗ്രഹവാസം വിധിക്കുകയാണ്. അതൊന്നും കുഞ്ഞ് അർണോൾഡിനെ തളർത്തുന്ന പ്രശ്നങ്ങളെ ആയിരുന്നില്ല. അങ്ങനെ ഒരാഴ്ച ജയിൽവാസമൊക്കെ കഴിയുന്നു. അദ്ദേഹം മിലിറ്ററി തന്നെ പിന്നെയും ജോലി നോക്കുന്നു. അപ്പം ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് മിസ്റ്റർ യൂണിവേഴ്സ് മത്സരം നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വെച്ചാൽ ഇനിയിപ്പോൾ മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ അദ്ദേഹം വീണ്ടും മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കാരണം അന്ന് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് വേറെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറിയ ആളാണ്, കുട്ടിയാണ്, ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണ്. അദ്ദേഹം അവിടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നിരാശ ഒന്നും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയൊന്നും താൻ അധ്വാനിച്ചാൽ പോരാ. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ലോക പ്രശസ്തനായിട്ടൊരു ബോഡി ബിൽഡർ ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും താൻ അധ്വാനിച്ചാൽ പോരാ. അദ്ദേഹം അതിശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഹാർഡ് വർക്ക് ആരംഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം 1967 മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ട് മാറുന്നു. അതിന്റെ 66 അദ്ദേഹം പരാജയപ്പെടുന്നു. 67 അദ്ദേഹം മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലണ്ടനിലാണ് അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് പോകണം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അല്ലാതെ ഇവിടെ ഒന്നും കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 1968 അദ്ദേഹം 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ
അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചിരുന്നത് ഫ്രാങ്കോ കൊളംബോ എന്ന് പറയുന്ന ഫ്രാങ്കോ കൊളംബോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിപ്രശസ്തനായിട്ടുള്ള ബോഡി ബിൽഡർ ആയിരുന്നു. മിസ്റ്റർ ഒളിമ്പിയ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അർണോൾഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. കാരണം അദ്ദേഹം ഈ 2015-16 ആണെന്ന് തോന്നുന്നു കാർ അപകടത്തിൽ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഫ്രാങ്കോ കൊളംബോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമായിരുന്നു റൂം പാർട്ട്ണർ എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയിൽ അവർ താമസിക്കുന്ന സമയത്ത് അവർ അലട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സാമ്പത്തികമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് മാത്രം പോരാ, ഫുഡ് വേണം, സപ്ലിമെന്റ്സുകൾ വേണം. അങ്ങനെ അവർ ഓരോരോ ജോലികൾക്കായിട്ടൊക്കെ പോവുകയാണ്. അങ്ങനെ ജോലികൾക്കായിട്ട് പോയിട്ട് അർണോൾഡ് ആ വർഷം തന്നെ അദ്ദേഹം വീണ്ടും മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം വിജയിക്കുന്നു. പിന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യഥാർത്ഥ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അദ്ദേഹം മിസ്റ്റർ യൂണിവേഴ്സ് ഒക്കെ ആയാലും അദ്ദേഹം അത്ര പോപ്പുലർ ഇല്ല, അമേരിക്കയിലൊന്നും അത്ര ഒരു ഫേമസ് ഒന്നും ആയിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം 1970 മിസ്റ്റർ ഒളിമ്പിയ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. മിസ്റ്റർ ഒളിമ്പിയ എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ള ടൈറ്റിലാണ്. അത്രയും നല്ല പ്രിപ്പറേഷനും ഹാർഡ് വർക്കും ഒക്കെ അത്യാവശ്യമാണ്. അങ്ങനെ 1970 മിസ്റ്റർ ഒളിമ്പിയ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അവിടെ അദ്ദേഹത്തിന് പ്രൈസ് കിട്ടുന്നില്ല. അദ്ദേഹം 2ാം സ്ഥാനത്തോട്ടോ 3ാം സ്ഥാനത്തോട്ടോ അദ്ദേഹം പിന്തള്ളപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം മാറുന്നില്ല. അദ്ദേഹം അതികഠിനമായിട്ട് തന്നെ വീണ്ടും പ്രയത്നിക്കുന്നു. അങ്ങനെ അതിന്റെ അടുത്ത വർഷം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം കൊണ്ട് അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ പട്ടം അദ്ദേഹത്തിന്റെ ശിരസിലോട്ട് കയറ്റുകയാണ്. പിന്നീടുള്ള 7 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ജൈത്രയാത്രയായിരുന്നു. ആ ഒരു മിസ്റ്റർ ഒളിമ്പിയ വേദിയിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്കും പ്രിപ്പറേഷനും അത്രയ്ക്കും ഹാർഡ് വർക്കും 8 മണിക്കൂറോളം ഒരു ദിവസം ജിമ്മിൽ ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ കാലികം പോലാക്കിക്കൊണ്ട് അദ്ദേഹം അത്രയും ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ഫോക്കസ് ചെയ്ത് അദ്ദേഹം 7 തവണ അടുപ്പിച്ച് അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ ആയിട്ട് മാറുകയാണ്. അങ്ങനെ അദ്ദേഹം 28ാമത്തെ വയസ്സിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഉന്നതികളിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ബോഡി ബിൽഡിങ്ങിൽ നിന്നും അദ്ദേഹം റിട്ടയർമെന്റ് എടുക്കുകയാണ്. ആ ഒരു ചെറിയ പ്രായത്തിൽ അദ്ദേഹം റിട്ടയർമെന്റ് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യത്തിന്റെ ചുവടുവെപ്പാണ് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എന്തായാലും ബോഡി ബിൽഡിങ്ങിൽ ഞാൻ ഇത്രയും പ്രശസ്തനായി, എന്നെ ലോകം അറിയപ്പെട്ടു തുടങ്ങി, എനിക്ക് പണമായി, ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു, ഇനിയിപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. ഹോളിവുഡ് സിനിമകൾ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. അവിടെ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം വരുന്നു. അങ്ങനെ ആ മോഹമായിട്ട് അദ്ദേഹം ഡയറക്ടർമാരുടെ അടുത്ത് പോകുന്നു, ഓഡീഷന് പോകുന്നു, ഒരുപാട് കാര്യങ്ങൾക്കായിട്ടൊക്കെ പോവുകയാണ്. അദ്ദേഹം വിചാരിച്ചു, എൻ്റെ ഈ മസിൽസും എൻ്റെ ഈ സൈസും എൻ്റെ ഈ ഒളിമ്പിയ പട്ടവും പ്രശസ്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് സിനിമയിൽ കയറാമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വിചാരം അവിടെ തെറ്റിപ്പോവുകയാണ്. കാരണം ഒരു സംവിധായം പോലും അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നില്ല. കാരണം സിനിമയ്ക്ക് യോജിച്ചതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി എന്നാണ് പല സംവിധായകരും പറഞ്ഞത്. അത്രയും സൈസുള്ള ഒരു വ്യക്തി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആസ്ട്രിയൻ സ്ലാഗ് ഇംഗ്ലീഷാണ് സംസാരിച്ചിരുന്നത്. ആ ഒരു ഇംഗ്ലീഷ് അമേരിക്കയിൽ പറ്റില്ല എന്ന് എല്ലാ സംവിധായകരും തീർത്തു പറഞ്ഞു. അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം വീണ്ടും 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 അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അതാണ് അർണോൾഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ചെറിയ പ്രായത്തിലുള്ള ആഗ്രഹം അദ്ദേഹം മിസ്റ്റർ ഒളിമ്പിയ പട്ട 7 വട്ടം നേടിക്കൊണ്ട് അദ്ദേഹം സ്വന്തമാക്കിയെങ്കിൽ അടുത്ത ആഗ്രഹത്തിന് വേണ്ടി അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി, തീവ്രമായിട്ട് പ്രയത്നിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടുകയാണ്. കോണോൺ ദ ബാർബേറിയൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടു നോക്കുക, നല്ല സിനിമയാണ്. അങ്ങനെ ആ സിനിമയിൽ അദ്ദേഹം ഹീറോ ആയിട്ട് കയറുകയാണ്. വാളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സീനുകളൊക്കെ എനിക്ക് ഇപ്പോഴും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. പിന്നെ അതിപ്രശസ്തരായിട്ടുള്ള സംവിധായകരോടുള്ള സിനിമകൾ, ജെയിംസ് കാമറൂണോടുത്ത ടെർമിനേറ്റർ, നിങ്ങൾ ടെർമിനേറ്റർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ലോകത്തെ തന്നെ ഇളക്കി മറിച്ച, ലോക സിനിമയിൽ തന്നെ കോടികൾ വാരിയ ടെർമിനേറ്ററിൽ അദ്ദേഹം അഭിനയിക്കുന്നു, പ്രെഡേറ്ററിൽ അഭിനയിക്കുന്നു. അങ്ങനെ എത്ര എത്ര ഹിറ്റ് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നു. ലോകം മൊത്തം അദ്ദേഹത്തെ അറിയുന്നു. ഒരു ബോഡി ബിൽഡർ എന്ന നിലയ്ക്ക് അറിഞ്ഞതിന്റെ 100 ഇരട്ടി ആൾക്കാർ അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങി. ലോകം മൊത്തം പ്രശസ്തിയുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അർണോൾഡ് ഷ്വാർസ്നെഗർ മാറുകയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് അദ്ദേഹം
ഒരുപാട് പൈസ അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹത്തെ കാത്ത് സംവിധായകർ ആദ്യം അദ്ദേഹത്തെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ സംവിധായകർ അദ്ദേഹത്തിന്റെ പുറകെ അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റിന് വേണ്ടി ഓടി നടന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം വിജയമായി. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ലോകം അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായി, റിച്ചായി, ഞാൻ ലോകം അറിയപ്പെടുന്ന ബോഡി ബിൽഡറായി മാറി, ഞാൻ ലോകം അറിയപ്പെടുന്ന ആക്ഷൻ ഹീറോയായി മാറി. ഇനിയിപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് അമേരിക്കൻ പൊളിറ്റിക്സിൽ ഒരു കൈ നോക്കണം. അദ്ദേഹത്തിന്റെ അടുത്ത തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നം തുടങ്ങി. അതത്ര എളുപ്പമായിരുന്നില്ല. സിനിമ ആക്ടർ, അദ്ദേഹം ഒരു ഓസ്ട്രിയക്കാരനാണ്, അമേരിക്കൻ പൗരത്വമുള്ള ആളല്ല, ഓസ്ട്രിയക്കാരനാണ്. അതൊക്കെ അദ്ദേഹത്തിന് വിഷയങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ അദ്ദേഹം ആ ഒരു ചിന്തിച്ച ആ ഒരു മൈൻഡ് സെറ്റിൽ പുള്ളി എന്ത് ആഗ്രഹിച്ചോ പുള്ളിക്ക് അത് തന്നെ ആവാൻ പറ്റി. അദ്ദേഹം കാലിഫോർണിയ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. നീണ്ട രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ആരംഭിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് എല്ലാം വിജയകരമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒതുങ്ങി വിശ്രമ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ വരട്ടെ. അദ്ദേഹം ഇപ്പോഴും എല്ലാ ഫീൽഡിലും നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം സകല ബോഡി ബിൽഡിംഗ് മത്സരത്തിലും പുരസ്കാരങ്ങൾ കൊടുക്കാനും, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ബിസിനസ് മേഖലയിലും സിനിമയിലും ഒക്കെ അദ്ദേഹം ഇപ്പോഴും നിറ സാന്നിധ്യമാണ്. നമുക്കറിയാം, നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത്, നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, എല്ലാവരും ചോദിക്കും, നീ എന്താ അർണോൾഡ് ആവാൻ പഠിക്കുകയാണോ, നീ ആരാ അർണോൾഡോ എന്ന് ചോദിക്കും. അർണോൾഡ് അർണോൾഡ് എന്ന് പറയുന്ന ബോഡി ബിൽഡിങ്ങിന് ഇത്രയും ലോകപ്രശസ്തനാക്കി മാറ്റിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് വമ്പൻ വിജയങ്ങൾ നേടിയെടുക്കാനായി. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു വിഷൻ വേണം, നിങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ, ഒരു വിഷൻ, നിങ്ങളായി അതായി എന്നുള്ള ഒരു സങ്കല്പം, അതാവണം നിങ്ങളുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതായി എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം, തീവ്രമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ, അതാണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പലതും നിങ്ങൾക്ക് കടമെടുക്കാം, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള പല സ്പീച്ചുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള ലെജൻസുകളുടെ ജീവിത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് ഓടാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോയി.